ഹലോ, എല്ലാവർക്കും ഫൈഹാസ് വേൾഡിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മൾ കുറേ നാളായില്ലേ കൃഷി വീഡിയോ ഒക്കെ ചെയ്തിട്ട്. കൃഷി വീഡിയോ ചെയ്യാൻ ഞാൻ കൃഷി ചെയ്യാറില്ല, കുറേ നാളായിട്ട് ചെയ്യാറില്ല. എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് മുതൽ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആദ്യം തന്നെ വിളവെടുക്കുന്ന വീഡിയോ ആണ് കേട്ടോ. ഇപ്പോൾ മഞ്ഞൾ വിളവെടുക്കേണ്ട ഇതൊക്കെ കഴിഞ്ഞു. ഒരു 9-10 മാസം കൊണ്ട് നമുക്ക് മഞ്ഞൾ വിളവെടുക്കാം. ഇതിപ്പോൾ 1 വർഷമൊക്കെ ആയിട്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ മറന്നുപോയി, ടെറസിലോട്ട് കയറാറില്ല. നമ്മുടെ നൊയമ്പൊക്കെ വന്നേ പിന്നെ ഞാൻ കൃഷിയൊന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ലായിരുന്നു. അപ്പോൾ ഇത് 4 ഗ്രോ ബാഗിലാണ് വിളവെടുക്കണം. നമ്മുടെ ഫ്രൂട്ട്സിൻ്റെ ചെടികളൊക്കെ ഉണ്ട്, ബാക്കി പച്ചക്കറിയൊക്കെ എല്ലാം നശിച്ചിരിക്കുകയാണ്. ഇനി എല്ലാം ഒന്നേന്ന് തുടങ്ങണം. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്യാം. അപ്പോൾ ഈ കാണുന്ന 4 ഗ്രോ ബാഗിലാണ് ഞാൻ മഞ്ഞൾ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നത്. കണ്ടില്ലേ, കാടൊക്കെ പിടിച്ചു. അപ്പോൾ ഇതിൽ വല്ലതും ഉണ്ടാവുമെന്നൊക്കെ നോക്കാം. അപ്പോൾ കുറച്ചൊക്കെ മേളിലൊക്കെ കുറച്ച് ചീഞ്ഞ് നിൽപ്പുണ്ട്. അപ്പോൾ മഞ്ഞൾ കിട്ടുമോ ഇല്ലേ എന്നൊന്നും അറിയില്ല. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നല്ല വിളവ് കിട്ടിയതാണ്, സെയിലൊക്കെ ചെയ്തതാണ്. ഈ പ്രാവശ്യം എന്തെങ്കിലും ഉണ്ടാവോ ഇല്ലേ എന്നറിയില്ല. എന്തായാലും ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ മഞ്ഞൾ നട്ടിട്ട് എനിക്ക് വളങ്ങളൊന്നും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടായില്ല. പറ്റുന്ന നേരത്തൊക്കെ വെള്ളമാണ് ഒഴിച്ചിട്ടുണ്ടിരുന്നത്. ഫ്രൂട്ട്സ് ചെടികൾക്കൊക്കെ ഒഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇതിനും വെള്ളം ഒഴിച്ച് കൊടുക്കുമായിരുന്നു. വളങ്ങളൊന്നും കൊടുത്തിട്ടില്ല. എനിക്ക് ശ്വാസം മുട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ കുറച്ച് മണ്ണിൻ്റെ അലർജിയും എല്ലാം കൂടി വന്ന് കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നാളത്തേക്ക് ഇതിലോട്ടൊന്നും അങ്ങനെ ഇതായില്ല. ഇനി തുടങ്ങണം. മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്, എന്നാലും നമുക്ക് കൃഷി ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മാസ്കൊക്കെ വെച്ചിട്ടാണെങ്കിലും കൃഷി ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇതുകൂടി വിളവെടുത്ത് മണ്ണൊക്കെ എല്ലാം കൂട്ടി വെച്ച് ട്രീറ്റൊക്കെ ചെയ്ത് ഒന്നേന്ന് തുടങ്ങണം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ മഞ്ഞളാണ് മേളിൽ കാണുന്നതൊക്കെ ചീഞ്ഞിരിക്കണതാണ് കേട്ടോ. കണ്ടില്ലേ, ചീഞ്ഞിരിക്കുകയാണ്. കൃഷി എന്ന് പറഞ്ഞ കാര്യം നമ്മൾ നല്ല ശ്രദ്ധ കൊടുത്താൽ മാത്രമേ നമുക്കതിനുള്ള വിളവൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ ഞാൻ എല്ലാ ഗ്രോ ബാഗിൽ നിന്നും തട്ടിയെടുത്തിട്ടുണ്ട്. ഇത് മണ്ണാണ്, നിറച്ച് മണ്ണാണ്, കുറച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നോക്കാം നമുക്ക്. അപ്പോഴേ അറിയാൻ പറ്റുള്ളൂ എന്തോരം കിട്ടിയെന്ന്. അപ്പോൾ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇത്രയും കിട്ടിയിട്ടുണ്ട് 4 ഗ്രോ ബാഗിൽ നിന്ന് കൂടി. ഇതിൻ്റെ ഡബിളായിരുന്നു എനിക്ക് കഴിഞ്ഞ വിളവിന് കിട്ടിയത്. എന്നാലും കുഴപ്പമില്ല, എനിക്ക് അത്യാവശ്യത്തിനുള്ളത് കുറച്ച് പേര് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്കും കൂടി കൊടുക്കാനുള്ളത് എനിക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മണ്ണൊക്കെ നന്നായി കഴുകിക്കളഞ്ഞ് ഇതിൻ്റെ തോലൊക്കെ ചിരണ്ടി ചെറിയ ചിപ്സ് പോലെ അരിഞ്ഞിട്ട് വേണം ഇത് ഉണക്കിയെടുക്കാനായിട്ട്. ഉണങ്ങുമ്പോഴേ ഇത് വെയിലത്തിട്ട് ഉണക്കരുത് ഒരിക്കലും, ഇതിൻ്റെ ഗുണം നഷ്ടപ്പെട്ടു പോകും. നമ്മൾ തണലത്ത് വെച്ച് വേണം ഇത് ഉണക്കിയെടുക്കാൻ. തണലത്ത് വെച്ചാലും ഒരു 5-6 ദിവസം കൊണ്ട്, കൂടി വന്ന ഒരാഴ്ച, അതുകൊണ്ട് നമുക്ക് ഉണങ്ങിക്കിട്ടും. അപ്പോൾ ഞാൻ നന്നായിട്ട് ഉണക്കി പൊടിച്ചെടുത്തതാണ്. കസ്തൂരി മഞ്ഞളാണിത്. ഇത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ്. നമുക്ക് വിപണിയിൽ കിട്ടുന്നത് ലോക്കൽ മഞ്ഞ കളറ് അതല്ല, ഇത് ഒറിജിനൽ കസ്തൂരി മഞ്ഞളാണ്. ഒറിജിനൽ കസ്തൂരി മഞ്ഞളുടെ കളർ ഇതായിരിക്കും. അപ്പോൾ ഇത് ഉണക്കി പൊടിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ മുൻപ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാനത് വിശദമായി കാണിക്കാത്തത്. അപ്പോൾ ഇത് കൃഷി ചെയ്യാൻ വളരെ എളുപ്പമാണെങ്കിലും ഇതുപോലെ പൊടിച്ചെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഞാൻ കൃഷിയൊക്കെ വീഡിയോ ഒക്കെ ആയിട്ട് പുറകെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.